അനുപാഠ പകർത്താനെത്തി മേലോട്ട് ഒരു ചൂണ്ടുവല്ലെങ്ങനെ പിടിക്കുക ഫൈനൽ. ഇപ്പൊ എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ മനസ്സുശക്തി ഇവിടെ തന്നെ ഉണ്ടോ. രണ്ട് മേലോട്ട് മേലോട്ട് ഒരു ചൂണ്ടുവല്ലെങ്ങനെ പിടിക്കുക. അത് നിങ്ങളുടെ ചുണ്ടത്തേക്ക് വെക്ക്. നോക്കട്ടെ എത്രയാണ് ചുണ്ടിപ്പോയിട്ടുണ്ട് നോക്കട്ടെ. ചുണ്ട് 85% ചുണ്ടറിയാൻ തന്നെയുള്ളൂ. ചെറിയ ചുണ്ടിപ്പോയിട്ടുണ്ട് ചുണ്ട്. അതറിയാത്തതുകൊണ്ടല്ല, ആ ഒരു കിക്ക് റിയാക്ഷൻ, സ്പോട്ട് ഡിസിഷൻ അത് നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ടാണ്. ഒന്ന് റെഡി ആയിട്ടിരിക്കും. ഒന്നുകൂടി ഞാൻ പറഞ്ഞു റെഡി ആയിട്ടിരിക്കും. യെസ്, എല്ലാവരും ചൂണ്ടുവരൽ ഇങ്ങനെ പിടിച്ചേ. ഇനി പിടിച്ചത് ചൂണ്ടുവരൽ നോക്ക്. അടുത്ത സെക്കൻഡ് നിങ്ങൾ ഞാനിപ്പോ 11:35 ചുണ്ട് എന്ന് പറഞ്ഞ് പഠിച്ചു. തൊട്ടടുത്ത നിമിഷം ഞാൻ വീണ്ടും പറഞ്ഞത് എവിടെ ചൂണ്ടുവരല്. ഇത് ചൂണ്ടുവരലെന്ന് നമുക്കറിയാം, പക്ഷെ പെട്ടെന്ന് അങ്ങനെ ചെയ്തു പോകും. ഇതാണ് സൊസൈറ്റി. എങ്ങനെയാണ് മക്കൾ വീട് പോകുന്നത്? അറിവില്ലാത്തതുകൊണ്ടല്ല, ചില കാര്യങ്ങളിലെ തിരിച്ചറിവിന്റെ ആ ഒരു കുറവുകൊണ്ടാണ്. നമുക്കറിയാം എവിടെയാണ് ചൂണ്ടുവരലെല്ലാം നമുക്കറിയാം, പക്ഷെ സ്പോട്ട് ഡിസിഷൻ നമുക്ക് കുറഞ്ഞു പോകും. ഇപ്പൊ സ്പോട്ട് ഡിസിഷൻ ജഡ്ജ്മെന്റ് കപ്പാസിറ്റി ഉണ്ടാക്കി എടുക്കേണ്ടതാണ് രക്ഷിതാക്കന്മാരെ നമ്മൾ. എന്നാൽ മാത്രമേ നമ്മുടെ മക്കളെ ഈ രീതിയിലേക്ക് നമുക്ക് പാകപ്പെടുത്തിയെടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ പൊരുൾ. ഇനി എന്റെ മറ്റൊരു മേഖലയിലേക്ക് മെല്ലെ നമുക്ക് ഡൈവേർട്ട് ചെയ്തിരിക്കുക. ഞാൻ പറഞ്ഞത് ഫോണുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് അടിവരയായിട്ടുണ്ട് പറഞ്ഞത്. കാരണം ഈ അടുത്ത കാലത്ത് നിങ്ങൾ ആലോചിച്ചോ, ഫോണില്ലാത്തതിന്റെ പേരിൽ വീട്ടിൽ നടക്കുന്ന യുദ്ധം, ഫോൺ കൊടുക്കാത്തതിന്റെ പേരിൽ നടക്കുന്ന യുദ്ധം വലിയ പ്രതിസന്ധിയാണ്. 4 ചുമരിലൂടെ പല രക്ഷിതാക്കന്മാർ നേരിടുന്നത്. മറ്റുള്ളവരോട് പറയാൻ മടിയായതുകൊണ്ട് പലരും മൂടി വെക്കുന്ന രീതിയിൽ പോലും ഫോണ്, വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് തുടങ്ങിയ ഒരുപാട് സംവിധാനങ്ങളുണ്ടാവും. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ ഡിവൈസ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ പൂട്ടാൻ തോന്നില്ല. ആ രീതിയിലാണ് ഇതിന്റെ ഓരോ ആപ്പും തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിലേക്കാണ് മക്കൾ കൊണ്ടുപോകുന്നത്. മക്കളുടെ ഷാഠ്യത്തിന് മുന്നിൽ ഒരിക്കലും ഈ സാധനം കൊടുക്കരുത്. തുടക്കത്തില് അമ്മ പഠിക്കണമെങ്കിൽ അരമണിക്കൂർ എനിക്ക് തരാത്, ആ ഷാഠ്യത്തിന് മുന്നിൽ കൊടുക്കും. മക്കൾ കരയും, ആ കരച്ചിൽ മാറ്റം കൊടുക്കേണ്ട സാധനമല്ലേ. മക്കൾ കരഞ്ഞാൽ കൊടുക്കാൻ ഞാൻ നിങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ അവസാനം ഞാൻ നിങ്ങൾ ഉൾപ്പെടെ ഒരു കൂട്ട കരച്ചിട്ടെത്തും. നമ്മൾ കരയുമ്പോൾ കൊടുക്കേണ്ട സാധനമല്ല, ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊടുക്കേണ്ട സാധനമല്ലേ. നമുക്ക് മക്കൾ ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് തൂക്കലിന്റെ കൊല്ലപ്പൊലിയൊക്കെ വലിയ ഇഷ്ടമാണ്. ആ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ എല്ലാ കാര്യത്തിലും ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ വെയിറ്റ് നോക്കി. ഞാനെല്ലാം അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. മുമ്പ് കൂടി തുടങ്ങിയതുകൊണ്ട് വെയിറ്റ് ഒക്കെ ഇന്ന അവസ്ഥ നോക്കാൻ വേണ്ടി 81 പോയിട്ട് 80.7 1 കിലോ പറഞ്ഞിട്ടുണ്ട്. ഈ 80.7 എന്ന് പറഞ്ഞാൽ പാന്റും ഷർട്ടും ബൂട്ടും ഈ മൊബൈൽ ഫോൺ അടക്കം പോക്കറ്റ് കിട്ടിയതിനു ശേഷമാണ്. ഈ 80.7 കണക്കൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് അറിയണം. അതൊരു സത്യം പറയാൻ വേണ്ടിയിട്ടാണ്. 80.7 കിലോ ആണ് ഇതെങ്കിൽ നിങ്ങളിൽ കാണുന്ന 85, 90, 68, 70 ഒക്കെ എങ്ങനെ ഉണ്ടായത് നമുക്ക് പരിശോധിക്കാം.